ഐമാക്സിൽ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും വാച്ചിങ് ഇന്റർസ്റ്റെല്ലാർ ഓൺ ഐമാക്സ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഐ ഗോട്ട് ഇൻ മൈ ലൈഫ്. ആ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്, ഇനി ഇതിന് ശേഷം ഒരുപാട് മൂവീസ് കാണാൻ ഇരിപ്പുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫീൽ വേറൊരു മൂവി തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ആ ഒരു കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഓരോ സീക്വൻസും ഓരോ ഫ്രെയിംസും ഓരോ ഡയലോഗ്സും ഓരോ സെക്കൻഡും അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്തു. വേറൊരു വേൾഡിലായിരുന്നു ആ സിനിമ ഞാൻ കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞും ആ ഒരു എൻഡ് ക്രെഡിറ്റ്സ് ഒക്കെ പോകുമ്പോഴും ഞാൻ ആ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു എക്സ്പീരിയൻസും ഒരു 10 വർഷം മുമ്പ് റിലീസായ ഒരു മൂവിയാണ്. അല്ലാതെ ഇപ്പോൾ വന്ന് ഭയങ്കര ഹിറ്റായ ഒരു ആക്ഷൻ മൂവിയോ അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു മൂവിയൊന്നും അല്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സൈഫൈ മൂവി. അങ്ങനത്തെ ഒരു മൂവി ഒരു ഹൗസ്ഫുൾ ആയിട്ടുള്ള ക്രൗഡിൻ്റെ കൂടെ, അതും ഐമാക്സിലൊക്കെ ഇരുന്ന് ഇത്രയും വലിയ സൗണ്ടും വിഷ്വലും ഒക്കെ ആയിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്റർസ്റ്റെല്ലാർ ആദ്യം റിലീസായ സമയത്ത് ട്രിവാൻഡ്രത്ത് അങ്ങനെ തിയേറ്റേഴ്സിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ അന്നും ഡിജിറ്റലാണ് കണ്ടത്. അതിനുശേഷം ഒരുപാട് പ്രാവശ്യം ടിവിയിലും ഡിജിറ്റലായിട്ടും പിന്നീട് നെറ്റ്ഫ്ലിക്സിലും അങ്ങനെ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടതിനൊരു കൈയും കണക്കില്ലാതെ കണ്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഫീൽ ചെയ്യുന്നത് ഒരു 2-3 വർഷം മുമ്പ് ട്രിവാൻഡ്രം PVR മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നോളന്റെ ബർത്ത്ഡേ അങ്ങനെ എന്തോ ഒരു ഇവന്റ് ആയിരുന്നു റിലീസ് ആയത്. അതുവരെ നമ്മൾ ഡിജിറ്റലി മറ്റേ കമ്പ്യൂട്ടറിലും ടിവിയിലും ഒക്കെ കണ്ട സിനിമ അത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരുന്നു. അന്നോട്ടുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു ഈ സിനിമ ഐമാക്സിൽ കാണണമെന്നുള്ളത്. കാരണം അന്ന് ഐമാക്സ് ട്രിവാൻഡ്രത്ത് ഉണ്ടെങ്കിലും ഐമാക്സ് റിലീസ് ഇല്ലായിരുന്നു. ആൻഡ് അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് വർഷത്തിന് ശേഷം ഒരു ന്യൂസ് വരുവാണ്, ഇങ്ങനെ 10th ആനിവേഴ്സറിക്ക് മൂവി റിലീസ് ആവുന്നു, അതും ഐമാക്സിൽ. അപ്പോഴാണ് വേറൊരു ന്യൂസ് വരുന്നത്, പുഷ്പ 2 കാരണം ഇത് പോസ്റ്റ്പോൺ ചെയ്യണം. ലോകം ഫുള്ളും മൂവി റിലീസായിട്ട് ഇന്ത്യയിൽ മാത്രം മൂവിയില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നമ്മൾ ഫേസ് ചെയ്തിട്ട് പോലും ഇപ്പൊ മൂവി റിലീസ് ചെയ്തു, നമ്മൾ പോയി കണ്ടു, അത്രമാത്രം ഒരു കിടിൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് ഇന്ത്യയിലുള്ള എല്ലാ ഇന്റർസ്റ്റെല്ലാർ ഫാൻസിനും നോളൻ ഫാൻസിനാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. കാരണം അത്രമാത്രം മെയിലും കമന്റ്സ് ആണ് ഐമാക്സ് ഇന്ത്യക്കും ഐമാക്സിന്റെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയത് ആ ഒരു മൂവി റിലീസിന് വേണ്ടിയിട്ട്. കാരണം പുഷ്പ പറഞ്ഞ ആ ഒരു ചാൻസ് പോയി, അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം, ഐമാക്സിൽ ഈ മൂവി കാണണമെന്ന് പറഞ്ഞിട്ട് അത്രമാത്രം ഫാൻസുകാരാണ് ഇവിടുന്ന് ഡെയിലി മെസ്സേജ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇന്റർസ്റ്റെല്ലാറിന്റെ റിലീസിന് വേണ്ടിയിട്ട് മെയിൽ അയക്കുന്നതും മെസ്സേജ് അയക്കുന്നതും അതിനുവേണ്ടി അവരുടെ പേജ് ടാഗ് ചെയ്യുന്നൊക്കെ ആയിട്ട് ഒരുപാട്. സോ അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടിന് ശേഷമാണ് ഈ ഒരു മൂവി തിരിച്ച് ഇന്ത്യയിൽ റിലീസ് ചെയ്തത്. ആൻഡ് അതിനുശേഷം മൂവി പോയി കണ്ടപ്പോൾ ഐ എം സോ ഡാം ഹാപ്പി. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ് ആയിരുന്നു ഈ ഒരു മൂവി. അതും ഐമാക്സിൽ സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീൽ. നിങ്ങൾ ഇനി എത്ര വർഷം സിനിമ കണ്ടാലും ശരി, 10 അല്ല 1000 അല്ല അതിന് മേല് സിനിമ കണ്ടാലും ഈ ഒരു സിനിമ ഐമാക്സിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് ഒരിക്കലും വേറെ ഒന്നിന്റെ കൂടെ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ എഴുതി തരാം. ആ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് സീക്വൻസ് ഉണ്ടല്ലോ, അതൊക്കെ തിയേറ്ററിൽ അതും ഐമാക്സിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ. എസ്പെഷ്യലി ആ ഒരു ഡോക്കിംഗ് സീക്വൻസും പിന്നെ ഒരു മില്ലേഴ്സ് പ്ലാനറ്റിൽ പോണതും പിന്നെ ഉള്ള സ്പേസിലുള്ള ഇവന്റ്സ് പിന്നെ ആ ഒരു ഹാൻസിമിന്റെ മ്യൂസിക്കും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. ആ ഒരു എൻറ്റയർ മൂവി വേറൊരു ലോകത്തായിരുന്നു. ആൻഡ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. ഒരു നോർമൽ സിനിമാറ്റിക് സ്കോപ്പ് കൊണ്ട് ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ആ ഒരു സ്പേസ് ഇവന്റ്സും ബാക്കിയുള്ളതൊക്കെ ഐമാക്സ് ആണ്. സോ ആ ഒരു സ്വിച്ചിങ് ഉണ്ടല്ലോ, ആ ഒരു സിനിമാറ്റിക് സ്കോപ്പ് നേരെ ഐമാക്സ് റെസൊല്യൂഷനിലോട്ട് പോയിട്ട് ആ ഒരു ഫുൾ സ്ക്രീനിൽ ആ നോളന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ നോളൻ ഓക്കെ ഇന്ന സീൻസ് ഒക്കെ ഐമാക്സിൽ കാണുന്ന ഓരോ ഓഡിയൻസിനും ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് അവർ ഈ രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഐമാക്സിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം അങ്ങനത്തെ ഓരോ സീക്വൻസ് ഉണ്ടല്ലോ ഈ ഐമാക്സിൽ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നോളന്റെ പെർസ്പെക്റ്റീവിൽ ആ സ്പേസും അല്ലെങ്കിൽ ആ ഒരു ഓരോ പ്ലാനറ്റ്സിലേക്കുള്ള ഇവർ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി വരുന്ന ഓരോ സീക്വൻസും കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും എക്സ്പീരിയൻസും അത് ടോപ്പ് ലെവലാണ്. എസ്പെഷ്യലി ഞാൻ വണ്ടർ അടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ഐമാക്സിൽ കണ്ടപ്പോൾ മാൻ ഈ ഒരു സീക്വൻസ് ഒക്കെ ഈ ലെവലായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ആ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്ന സീക്വൻസ്, രണ്ടാമത്തെ വോമോളിന്റെ അകത്തോട് ട്രാവൽ ചെയ്യുന്ന അവിടെയൊക്കെ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളും കൂടെ അങ്ങ് ട്രാവൽ ചെയ്യും. ആ ഒരു ഫുൾ തിയേറ്റർ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ആ ഒരു സീക്വൻസ്, എന്റെ മോനെ അതൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് അതുപോലെ തന്നെയാണ് ആ ബ്ലാക്ക് ഹോൾ. അങ്ങനെ ഒരുപാട് എടുത്ത് പറയണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി സീക്വൻസ്, അതായത് മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാം. ആ ഒരു ലെവലാണ് ഈ ഒരു മൂവി ഞാൻ ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്തത്. എനിക്ക് ഇനിയും പോയി ഈ ഒരു മൂവി ഐമാക്സിൽ കാണണമെന്നുണ്ട്, പക്ഷേ ടിക്കറ്റ്സ് ഒന്നും കിട്ടാനില്ല, ഫുൾ സോൾഡ് ഔട്ട് ആണ്. ഞാൻ ഈ ഒരു മൂവി ആദ്യം പ്ലാൻ ചെയ്തത് ട്രിവാൻഡ്രം ഐമാക്സിലാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ആൻഡ് ഈ ഒരു മൂവി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ബാംഗ്ലൂർ ഐമാക്സിലായിരുന്നു. അവർ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും ശരി, ആ ഒരു ക്രൗഡ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് എൻ്റെ അടുത്തിരുന്ന കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അവർ ഇന്റർസ്റ്റെല്ലാർ കാണാൻ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫീൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫസ്റ്റ് ടൈം അവർ ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഐമാക്സിലാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു മൂവി കണ്ടിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് എങ്ങനെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിനൊക്കെ വേണ്ടി ഇഷ്ടം
ഇഷ്ടം പോലെ ഇനി എത്ര വർഷം ഇരുന്ന് കണ്ടാലും എനിക്ക് മടുക്കത്തില്ല. ആ ലെവലുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. പക്ഷേ ഈ ഒരു മൂവി ആദ്യമായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഐമാക്സിലാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. നമുക്ക് ഓൾറെഡി അറിയാം അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത്, ഓക്കെ എങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത് എല്ലാം അറിയാം. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു മൂവി, അതും ഐമാക്സിൽ ഇത്രയും വലിയ സൗണ്ട് എഫക്റ്റും വിഷ്വലായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. എന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ മൂവി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയൊന്നുമല്ല. ഇനി എത്ര വർഷം കണ്ടാലും, ഇനി 1000 വർഷം കണ്ടാലും 1,00,000 പ്രാവശ്യം കണ്ടാലും അതിൽ കൂടുതൽ കണ്ടാലും ആ ഒരു ഫസ്റ്റ് ടൈം കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഇനി എത്ര പ്രാവശ്യം മൂവി കണ്ടാലും ആ ഒരു ലെവലിൽ തന്നെ നിലനിൽക്കുന്ന ഒരു മൂവിയാണ് ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു കാര്യം, എല്ലാവരും ഈ ഒരു മൂവി ഐമാക്സിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഓൾറെഡി ഞാൻ വരെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുണ്ട്, TV വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ ഐമാക്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോൾ എത്ര കോസ്റ്റ്ലി എന്ന് പറഞ്ഞാലും ശരി, എനിക്കറിയാം. കാരണം ട്രിവാൻഡ്രം ഐമാക്സിനെക്കാളും കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു ഞാൻ ബാംഗ്ലൂർ കണ്ടത്. എന്നാലും അതിനിപ്പോൾ എത്ര കോസ്റ്റ്ലി ആയാലും ശരി, ഒരു വൺ ഓഫ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്റർസ്റ്റെല്ലാർ ഐമാക്സ് കാണുന്നത്. അത് ഷുവറാണ്. സോ എല്ലാവരും ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ ഐമാക്സ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറൊന്നും പറയാനില്ല. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. വെർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അത്രേ ഉള്ളൂ. സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. സോ ഓൾറെഡി ഈ ഒരു മൂവി ഐമാക്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.